അടിപൊളി, സൂപ്പർ. ദേ ഞങ്ങള് ഹെറിറ്റേജ് വൈറ്റ്സ് ഞങ്ങളുടെ പ്രേക്ഷകരോട് എവിടെ എത്തിയിരിക്കുന്നു പറഞ്ഞേ. രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ യു പി സ്കൂളിലെ നല്ല മിടുമിടുക്കികളാണ്, ജില്ലികളാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോ എന്തുവാ പാടിയത്? വഞ്ചിപ്പാട്ട്. ഇവരുടെ സ്വകാര്യ അഭിമാനമാണ് അല്ലെ വഞ്ചിപ്പാട്ട് അല്ലെ. കാര്യം എന്താ? നമ്മുടെ രാമപുരത്ത് വാര്യർ, ആ വാര്യര് പറമ്പെന്നാണ് ഇതിനെ പറയുക. സ്ഥലത്തെ അവിടെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് പാടി, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം സന്തോഷമായി. അപ്പൊ നമുക്കിന്ന് രാമപുരത്ത് വാര്യരെ കുറിച്ച് നമ്മുടെ ഹെറിറ്റേജ് ബൈറ്റ്സിലൂടെ അടുത്തറിയാം കേട്ടോ, അതിന്റെ വിശേഷങ്ങൾ അറിയാം. എത്ര നാളുണ്ടു ഞാൻ കാണാനിട്ടു ചിത്തെ കൊതിക്കുന്നു, അത്ര തന്നെ പോന്നു വന്നതസ്മാകം ഭാഗ്യം. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകദൈദൈദോ ദൈദൈദൈദൈദൈദൈദോ ദിത്തൈ തകദൈദൈദോ. ചിത്രം ചിത്രം അങ്ങോട്ടു ചെന്നാടേടുന്ന മഹാതീർത്ഥ, ഇത്രത്തോളം ആഗമിക്കാൻ കൊണ്ടു നന്നായി. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകദൈദൈദോ ദൈദൈദൈദൈദൈദൈദോ ദിത്തൈ തകദൈദൈദോ. രാമപുരത്ത് വാര്യരെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ മലയാളികൾക്ക് മൊത്തത്തിലും രാമപുരത്തുകാർക്ക് വളരെ വിശേഷിച്ചും അഭിമാനിക്കാവുന്ന ഒരു എന്താ പറയുക, ഒരു വലിയ വ്യക്തിത്വം ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് ഒരു രോമാഞ്ചത്തോടു കൂടിയേ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം ജനിച്ച 1703 ആണ് ജനിച്ചത്. ഇപ്പം മൂന്ന് നൂറ്റാണ്ട് ഏകദേശം കഴിയുന്നു. അപ്പോൾ അന്ന് ഉള്ള ഈ രാമപുരത്ത് അമ്പലത്തിലെ കഴകക്കാരനാണ്. വളരെ നാലമ്പലങ്ങളിൽ ഒന്നാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. അവിടുത്തെ കഴകക്കാരനാണ്. മാലകെട്ട് അങ്ങനെയുള്ള ആ കഴകം സംബന്ധിച്ചിട്ടുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. പക്ഷേ വലിയ ദാരിദ്ര്യമായിരുന്നു. ഈ അമ്പലത്തിൽ നിന്നൊന്നും ഇതുപോലെയുള്ള ഒരുപാട് വരുമാനമൊന്നുമില്ല. ആൾക്കാരധികം തൊഴാൻ വരുമോ, വഴിപാടൊന്നും കിട്ടില്ല. പിന്നെ അതൊരു റിച്വലായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ മനസ്സനുവദിക്കില്ല. സോ അവർക്ക് വേണ്ടത്ര ഒരു പ്രതിഫലം അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ ഉപേക്ഷിക്കില്ല. ശ്രീരാമസ്വാമിയോടുള്ള ഒരു അത്ര അചഞ്ചലമായ ഭക്തിയാണ്. പിന്നെ ബൗദ്ധികമായിട്ട് ഒരുപാട് ഔന്നത്യമുണ്ട്, സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഈ അറിവിൻ്റെ ധനം ധാരാളം, പണത്തിൻ്റെ ധനമല്ല, അറിവിൻ്റെ ധനം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ ദാരിദ്ര്യം പോലും അവരെ വിഷമിപ്പിക്കാത്ത അവസ്ഥയാണ്. അവർക്കറിയാം ജീവിതത്തിൻ്റെ നിസ്സാരതയെ പറ്റിയിട്ടും ഈ ഭൗതികമായിട്ടുള്ള ഭോഗങ്ങളെ പറ്റിയിട്ടും ഇപ്പം നല്ല അറിവുണ്ട്. അതുകൊണ്ട് അത്തരം വിഷമങ്ങൾ, പ്രതിസന്ധികളൊന്നും അവരെ വിഷമിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ഇതിൽ തന്നെ തുടർന്നു പോകുന്നു. സംസ്കൃത ശ്ലോകങ്ങൾ എഴുതും. ഇവിടെ ഒരു പള്ളിക്കൂടം നടത്തിയിരുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തി അവരെ പഠിപ്പിച്ചിട്ട് അതൊക്കെ അവരുടെ ചുമതലയാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അക്ഷരാഭ്യാസമുള്ളവരാക്കണം എന്നുള്ള നിലയ്ക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ചിന്തിച്ചു. അതെ, ചിന്തിച്ചുകൊണ്ടിരുന്നു. വെച്ചാൽ പ്രബുദ്ധതയുണ്ട്, മനസ്സുകൊണ്ട് പ്രബുദ്ധമാണ്. അങ്ങനെ കുടിപ്പള്ളിക്കൂടം ഒക്കെ നടത്തി കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുമ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരറിവ് കിട്ടി. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഭജന ഇരിക്കാമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും അപ്പോഴിത് ഒത്തുവന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പലത്തിൽ തൊഴാനായിട്ട് വരികയും ഇദ്ദേഹം ഭജന ഇരിക്കുകയെന്ന് നിശ്ചയിച്ചിട്ട്, വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യത്തിനൊരു ശമനം ഉണ്ടാവും എന്നുള്ളതൊക്കെ ആയിരിക്കാം മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ. ചെന്നു, മാർത്താണ്ഡവർമ്മ വന്നു. അപ്പോൾ രാജാക്കന്മാർ സ്വതേ സാഹിത്യത്തിൽ വലിയ താല്പര്യരായത് കാരണം അവിടെ അങ്ങനെയുള്ള കുറേ ആശ്രിതരായിട്ടുള്ളവർ രാജാവിനെ മുഖം കാണിക്കാനായിട്ടും അവനവൻ്റെ കലാസൃഷ്ടികൾ കാണിക്കാനും ഒക്കെ ആയിട്ട് ചെല്ലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടേൺ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം എഴുതി അവിടെ കൊടുത്തു. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയ. മഹീപതേ, രാജാവേ, ഭാഗവതോപമാനം, ഭാഗവതത്തിനോട് ഉപമിക്കാവുന്നതാണ് മഹാപുരാണം എൻ്റെ ഭവനം. മഹാപുരാണമാണ് എൻ്റെ ഭവനം.
മതീയം എൻ്റെ. നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നുള്ള ഒരു ഭേദമുണ്ട്. ഈ ഭാഗവതവും വലിയ പുരാണ ആയിട്ടുള്ള ഭാഗവതവും എൻ്റെ വീടും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്. മാനസികമായിട്ട് ഔന്നത്യം ഉള്ളതുകൊണ്ട് ഈ താമസിക്കുന്ന ഇടത്തിനുള്ള വാല്യൂ അല്ല, അവർ മനസ്സുകൊണ്ട് പ്രബുദ്ധരാണെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തമ്മിൽ ചേരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഭേദമുള്ളത് എന്നുവെച്ചാൽ ഈ അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. ആ അർത്ഥം രണ്ട് തരത്തിലാണ്. ഭാഗവതത്തിന് അർത്ഥമുണ്ട്, പക്ഷേ ഈ വീട്ടിൽ അർത്ഥമില്ല, ധനമില്ല. അപ്പം ഇത് മനസ്സിലാക്കാൻ ഈ താരതമ്യവും അതിൽ നിന്നുള്ള ഇൻഫറൻസും ഒക്കെ മനസ്സിലാക്കാൻ രാജാവിന് ബുദ്ധിയുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ നോട്ട് ചെയ്തു. ഇത് മാത്രമല്ല, ഇതുപോലുള്ള കുറേ ശ്ലോകങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ഇങ്ങരുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്, അറിയുള്ള ആളാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു അയാളോട് അവിടെ നിൽക്കാൻ പറയണം. പോകാറാകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ വഞ്ചിയിലാണല്ലോ അന്നത്തെ യാത്ര, കൺവെൻസ് അതാണ്. ഈ 3 നൂറ്റാണ്ട് മുമ്പ് ഏറ്റവും ഈസി ആയിട്ട് പോകാവുന്ന വള്ളത്തിലാണ് വന്നത്. വള്ളത്തിൽ തിരിച്ചു പോകുമ്പോൾ ഈ വഞ്ചിപ്പാട്ട് എഴുതണം എന്ന് പറഞ്ഞു. വഞ്ചിപ്പാട്ട് എഴുതാമെന്ന് പറഞ്ഞു. അത് അപ്പോഴൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടേ പറയുള്ളൂ. പറയേണ്ടത് അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതും കണ്ടാലും വഞ്ചിപ്പാട്ടിലുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഭക്ഷണം കഴിക്കാനില്ല, ദാരിദ്ര്യമാണ്. അതൊക്കെ കോയിൻ ചെയ്ത പദങ്ങളാണ്. ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതും കണ്ടാലും. അപ്പം ആ കാര്യമാണ് പറയേണ്ടത്. പക്ഷെ അതെങ്ങനെ പറയും? അത് ഭാഗവതത്തെ വീണ്ടും കൂട്ടുപിടിച്ചു. എന്നിട്ട് ആ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 81, 82 അധ്യായങ്ങളിലായിട്ട് 86 ശ്ലോകങ്ങളിൽ മാത്രമായിട്ട് പറഞ്ഞേക്കുന്ന കുചേല കഥ പറയുകയാണ്. അപ്പോൾ ഈ സ്വന്തം കഥയും കൂടെ ആവുന്നുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ കുചേലനെ പോലെ ദരിദ്രനാണ്, അത് മഹാരാജാവാണ്. മറ്റത് ഭഗവാൻ കൃഷ്ണനാണ്, ലോകനാഥനാണ്. അപ്പോൾ അങ്ങനെ പറയാൻ തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ അന്നത്തെ നിന്നിരുന്ന രീതി അനുസരിച്ച് ഒരു 698 വരികളുണ്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അതിലെ ഏകദേശം ഒരു പകുതിയോളം ഈ ഞാൻ ഏർപ്പെടുന്ന കാര്യം വിജയിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും പിന്നെ ഈ രാജാവിനുള്ള സ്തുതി, ബാക്കിയുള്ളത് ഈ കൃഷ്ണന്റെ ലീലകളും. സംബന്ധം നമ്മിലുണ്ടായതും സാരനായ ഭഗവാനൊന്നും മറന്നില്ലല്ലേ. ഓ ഗുരുപത്നി നിയോഗേന തദശന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ല നിട്ടുപോയതും. ഓ പെരുങ്കാട്ടിൽ പുകിണ്ടനം ഓടിച്ചു കെട്ടി വെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഏകദേശം ഏത് സമയത്താണ് രചിക്കപ്പെട്ടത്? ഈ 1700 ജനനത്തിനും അതിനിടയ്ക്ക് ഒരു അതിനിടയ്ക്ക് അവസാനത്തെ ഭാഗമാകുമ്പോഴാണ്. മാർത്താണ്ഡവർമ്മ ഇവിടെ വന്നത് 1700കളുടെ പകുതിയോടെയെങ്കിലുമാണ്. ആ സമയത്താണ് ഇദ്ദേഹം പോയതും ഇത് പറഞ്ഞതും. പിന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് തിരുവിതാംകൂറിലേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു എന്നൊക്കെ കേട്ടു. താമസിപ്പിച്ചു. അവിടെ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യം മുമ്പിലേക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടെന്നായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കുറെ അധികം വേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ധാരാളം ഉണ്ട്. ജയദേവരുടെ അഷ്ടപതി, ഗീതാഗോവിന്ദം മുഴുവനും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ രാമപുരത്ത് വാര്യർ എന്ന് പറഞ്ഞാൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ടെന്നാണ് ഉടനെ വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ജനകീയമായി പോയി. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരം 7ാം മാളിക മുകളിലിരുന്നരുളും. പത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റത്തെന്തൊരു കാമ്പിൽ ഒത്തൊരു ദൂരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. ഓ കോർത്തുകൈകൾ പിടിച്ചതും
തകതേതേതോ പിന്നെ പേടി തിരുവണ്ണം തിത്തിത്താരാതേയിലെ കോർത്തുകൈകൾ പിടിച്ചതും പിന്നെ പേടി തിരുവണ്ണം മാതാണ്ടനു മുതിച്ചതും മറന്നില്ലല്ലി ഓ തിത്തിത്താരാ തിത്തിത്തേ തകതേതേതോ തേതേതേതേതേതേതോ തിത്തേ തകതേതേതോ. ഈ രാമപുരത്ത് വാര്യർ ഇപ്പം ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് സ്മൃതി മണ്ഡപത്തിലാണ്. മുമ്പിൽ ഒരു 4 വരി ശ്ലോകം എഴുതിയിട്ടുണ്ട്. ശരിക്കും ഈ സ്മൃതി മണ്ഡപം ഇവിടെ അദ്ദേഹത്തിന്റെ വീടായിരുന്നു, എങ്ങനെയായിരുന്നു? ഇവിടെ ഒരു തറ മാത്രമായിരുന്നു. ഇതിപ്പോ ഒരു 2 കൊല്ലമായുള്ളൂ ഈ സ്മൃതി മണ്ഡപം ഇവിടെ ഉണ്ടാക്കി. അത് ഇരുന്നിടത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറക്കോലായും അങ്ങനെയുള്ളൊരു തറ ഇവിടെ ബാക്കി വെച്ചിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്രയും 3 നൂറ്റാണ്ട് കഴിഞ്ഞു പോയില്ലേ. പിന്നെ സ്കൂള് വന്നു. ഈ ആ ശ്ലോകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അല്ല, ഇത് ഒരു ചാക്യാര് അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷെ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഇൻസൾട്ട് അവർ വിസ്റ്റാൻഡ് ചെയ്യില്ല. ആരും അങ്ങനെ അവരെ കളിയാക്കി വിടുമ്പോഴും അതൊക്കെ മനസ്സിലാവുമല്ലോ. ബൗദ്ധികമായിട്ട് വലിയ ഔന്നത്യമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഒരു ചാക്യാർ വന്നിട്ട് ഇവിടെ അമ്പലത്തിൽ കൂത്ത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അതിൽ വലിയ കവിത തോന്നിയില്ല. അപ്പോൾ പങ്കെടുത്തില്ല. അപ്പോൾ അത് അങ്ങേരുടെ അഭാവം ശ്രദ്ധിച്ചു ചാക്യാർ. രാമപുരത്ത് വാര്യർ അവിടെ വന്നിരുന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, ചാക്യാർക്ക് അങ്ങനെ അധികാരമുണ്ടല്ലോ, കളിയാക്കാനൊക്കെ ഉള്ള ഒരു അധികാരം ഉണ്ടല്ലോ, ആരെ വേണമെങ്കിലും കളിയാക്കാനല്ലേ. പൂച്ചക്കണ്ണാന്നൊക്കെ വിളിച്ചു. രാജാവിനെ അതുപോലെ കഥ കേട്ടിട്ടില്ല. അങ്ങനെ അപ്പം പറഞ്ഞു, എന്താ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ശാസന രൂപേണ. അപ്പം ചാക്യാര്, ഞാൻ മാല കെട്ടുന്നത് കാണാൻ വരാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം മാല കെട്ടുന്നതിൽ എന്താണ് കല, ഈ പറയുന്നതിലാണ് കല എന്നുള്ള നിലയ്ക്കാണ് ചോദിച്ചത്. അപ്പോൾ മാല കെട്ടുന്നത് കാണാൻ വന്നില്ല എന്നുള്ള, അതുകൊണ്ടാണ്. അപ്പം അതെന്നോട് ചോദിക്കരുത്, അങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അത് കാണാൻ നിങ്ങൾ വന്നില്ല, ഞാൻ വന്നില്ല എന്നുള്ളതിൻ്റെ വരാത്തിന് കുറ്റപ്പെടുത്തിയോണ്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ചാക്യാർ വന്ന് ശ്രീരാമൻ്റെ അവിടെ തൊഴുമ്പോഴുണ്ട്. അത് സംസ്കൃതത്തിലാണ് അന്ന് എഴുതുന്നതൊക്കെ. ആദ്യത്തെ ഇതൊക്കെ സൃഷ്ടികളൊക്കെ സംസ്കൃതത്തിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ നിറം അക്ഷരം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട്, സംസ്കൃതത്തിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് അങ്ങനെയുണ്ട്. അത് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് വളരെ അന്ന് പ്രചാരം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം, ഇന്ന നിറം എന്ന് പറയുന്നത് ഇന്ന അക്ഷരമാണെന്നാണ്. അങ്ങനെ അപ്പോൾ അദ്ദേഹം ശ്രീരാമസ്വാമിയെ തൊഴുത് നിൽക്കുമ്പോൾ അതിലെഴുതിയേക്കുന്ന ആ സംസ്കൃതത്തിലുള്ള ശ്ലോകം ഇദ്ദേഹം വായിച്ചു, ചാക്യാർ വായിച്ചു. ചാക്യാർ നിറം കൊണ്ടാണ് എഴുതിയേക്കുന്നത്. അതൊരു അക്ഷരം ഓരോന്നും ആ കളർ മാറുന്നതനുസരിച്ചിട്ട് അക്ഷരം മാറും. അങ്ങനെ നകൃതം സുഹൃതം കിഞ്ചിൽ ബഹുധാ ദുഷ്കൃതം കൃതം ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം എഴുതിയേക്കുക. അപ്പോൾ അതിങ്ങനെ ശ്രീരാമസ്വാമിയോട് പറയുന്നതായിട്ട്, രാമപുരത്ത് വാര്യർ പറയുന്നതായിട്ടാണ് ഉള്ളത്. ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം. രാമ കാലൻ വിളിക്കുമ്പോൾ അവനോട് എന്തൊരു ഉത്തരം. ഒരു തുള്ളൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. തുള്ളൽ എഴുതിയിട്ടുണ്ട്. തിരുവാതിരപ്പാട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സാർ, ഇപ്പം നമ്മളിപ്പോ ഇരിക്കുന്ന സ്മൃതി മണ്ഡപത്തില് ഇവിടെ എഴുത്തിനിരുത്താറുണ്ടല്ലേ? അതെ, അതിപ്പോ ഈ നമ്മളുടെ RVM ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ശരിക്കും തുടങ്ങിയത് ഒരു നവരാത്രി ദിനത്തിലാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെയുള്ള കുട്ടികളെ എഴുത്തിനിരുത്തുന്ന എല്ലാ കൊല്ലവും ചെയ്യുന്നത്. പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ഓ ചെമ്മെ വീണു നമസ്കരിച്ചതും മഹാമുനി മോദം നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. ഓ നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാലാർക്കും. ഓ വാര്യര് പറമ്പിലെ കിണറാണ് കേട്ടോ. ഈ കിണറിൽ നിന്നാണ് രാമപുരത്ത് വാര്യരൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ഉപയോഗിച്ചിരുന്ന കിണറെന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറാണ്. ഇതിൽ നിന്നൊരു നാരായമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്കൊരു ആഹാരം കഴിക്കണ്ടേ, ഒരു രുചി അറിയണ്ടേ? നമ്മളെ കാത്തൊരു സൂസി ആൻറ്റി അവിടെ നിൽപ്പുണ്ട്. നമുക്ക് പോവാം, ഏത് ഭക്ഷണമാണെന്നറിയാം. വാ. നമ്മള്
രാമപുരത്ത് വാര്യരുടെ വിശേഷങ്ങൾ. അദ്ദേഹം രാമപുരത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ അറിഞ്ഞല്ലേ. വഞ്ചിപ്പാട്ടിന്റെ പാട്ടൊക്കെ പാടി നമ്മൾ അടിച്ചു പൊളിച്ചു. പക്ഷേ ദേ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാമപുരം വളക്കാട്ടുകുന്നിലാണ്. വളക്കാട്ടുകുന്നിലെ സൂസി ആന്റിയുടെ വീട്ടാണ്. സൂസി ആന്റി നമസ്കാരം, ഹെറിറ്റേജ് വോയിസിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങള് രാമപുരത്തിന്റെ അഭിമാനമായ രാമപുരത്ത് വാര്യരെ കുറിച്ച് അടുത്തറിയാൻ സാധിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് പങ്കുവച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഈ നാട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് വേണമല്ലോ. അപ്പോൾ ഞങ്ങളോട് വളക്കാട്ട് നമ്മുടെ സൂസി ആന്റി ഉണ്ട്, നല്ല കിടിലൻ കുക്കാണ്. എന്ത് തരം ഏത് തരം പാലാ ഫുഡ്, രാമപുരം ഫുഡ്, തൊടുപുഴ ഫുഡ്, എന്ത് ഫുഡ് വേണമെങ്കിലും പോരും എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് എന്തുവാ വെച്ച് തരാൻ പോകുന്നത്? നെല്ലിക്ക കറുപ്പിച്ചത്. നെല്ലിക്ക കറുപ്പിച്ചത്. നെല്ലിക്ക കറുത്താൽ എന്താ പ്രശ്നം ഉണ്ടാവും? നമുക്കറിയാം അല്ലേ? പ്രശ്നമല്ല, രുചിയാണ്. രുചിയാണ്. ഓക്കെ, നെല്ലിക്ക കറുപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താണത്? അച്ചാറാണോ? അച്ചാറ്. അച്ചാറാണ്. ഇവിടൊക്കെ നെല്ലിക്ക കറുപ്പിച്ചെന്നാണോ പറയാ? അല്ല, അച്ചാറ് വേറെ ടൈപ്പ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ടല്ലോ. ഇതിൽ നെല്ലിക്ക ഈ കറുപ്പിച്ച അച്ചാറ് 1 വർഷം വരെ കേടുകൂടാതിരിക്കും. ഇരിക്കും. പാലാക്കാരുടെ, തൊടുപുഴക്കാരുടെ, ഇത് രാമപുരം, ശരി, രാമപുരംകാരുടെ നെല്ലിക്ക കറുപ്പിച്ചത് നമ്മുടെ സൂസിയാന്റി വെച്ച് തരാൻ പോവാണ്. അതിനതേ സൂസിയാന്റി ഇവിടെ കുറെ കാര്യങ്ങൾ. ഇത് നെല്ലിക്കയാണ് ഇരിക്കുന്നത്. നെല്ലിക്ക ഇത് നെല്ലിക്ക പിന്നെ നെല്ലിക്ക കഴുകി തുടച്ച് പതുക്കെ 5 മിനിറ്റ് ആവി കയറ്റി പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. പൊളിച്ച് വെച്ചിരിക്കുന്നതാണല്ലേ? ഓക്കെ. അതിന്റെ കൂടെ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്? വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഉണ്ട്. അത് എത്ര വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളി 100. എത്ര നെല്ലിക്ക ഉണ്ട്? 1/2 കിലോ. 1/2 കിലോ നെല്ലിക്ക. ഓക്കെ. വെളുത്തുള്ളി 100. കാന്താരി മുളക് 1 കപ്പ്. 1 കപ്പ്. കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത് 1 ടീസ്പൂൺ. 1 ടീസ്പൂണ്. ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂണ്. ഇത് കായമാണോ? കായം ആവശ്യത്തിന് കായം, ആവശ്യത്തിന് ഉപ്പ്. കാശ്മീരി മുളക് പൊടി 6 ടീസ്പൂൺ. 6 ടീസ്പൂൺ. ഓക്കെ. ഇത് എള്ളെണ്ണ. ഓക്കെ. എള്ളെണ്ണ ഇത് എത്ര? ഏതാണ്? എള്ളെണ്ണ 1/4 കപ്പ്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയ ഇത് നമ്മള് മൺചട്ടിയിലാണ് വെക്കുന്നത് അല്ലേ? മൺചട്ടിയിലും വെക്കാം, ചീനച്ചട്ടിയിലും വെക്കാം. ഈ കൽച്ചട്ടി വെച്ച് കേട്ടിട്ടുണ്ട്? അത് 1 മാസം കൊണ്ട് ചെയ്യുന്നതാ. അത് 1 മാസം കൊണ്ട് 1 മാസം എടുക്കും. ഇതിപ്പോ എത്ര നേരം എടുക്കും? 2 മണിക്കൂർ. 2 മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പൊ സൂസിയാനയുടെ നമ്മുടെ നെല്ലിക്ക കറുപ്പിച്ചതിന്റെ അംഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്തത് 100 ഗ്രാം വെളുത്തുള്ളി അല്ലേ? തൊണ്ട് കളഞ്ഞ് വെളുത്തുള്ളി അല്ലിയായിട്ട് തന്നെ പൊളിച്ചെടുക്കണം. ഓക്കെ. ഇത് 3 കൂടെ. ഇത് കാന്താരി മുളക്, നാടൻ കാന്താരി മുളക് 1 കപ്പ്. ആദ്യത്തെ സ്റ്റേജാണിത്. ഇത് 3 കൂട്ടം കൂടെ. നെല്ലിക്ക, വെളുത്തുള്ളി, കാന്താരി മുളക്. അത് നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ട് ചെറു തീയിൽ നന്നായിട്ട് വഴറ്റണം നല്ലപോലെ. ഒരു 10 മിനിറ്റ് സമയമായി. നെല്ലിക്ക നമ്മൾ ആ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇനി ഇടുന്നത് ഉപ്പാണല്ലേ? ഓക്കെ, നമ്മള് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഇതിനൊരു 1 മണിക്കൂർ സമയം ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന്റെ അല്ലേ സ്റ്റേജ് കളർ മാറണം. ആ 1 മണിക്കൂറിന് ശേഷം, നമുക്ക് സമയം വളരെ കുറവാണല്ലോ, ഹെറിറ്റേജ് വൈറ്റ്സ് ആക്കോടെ ഈ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഞങ്ങളത് 1 മണിക്കൂർ കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യും? ഈ മുളക് പൊടിയും ഈ കുരുമുളക് പൊടിയും അല്ലേ, അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആ 1 മണിക്കൂർ അത് ചുമന്ന് വന്നതിന് ശേഷം ഇത് 4 കൂടി ഇട്ട് ഞങ്ങൾ ഒന്നുകൂടി വഴറ്റി വരുമ്പോഴാണ് നമ്മുടെ നെല്ലിക്ക കറുപ്പിച്ചതാവുന്നത്. അപ്പോൾ നമുക്ക് ആ കറുപ്പിച്ചത് വരെ നിങ്ങൾ കാത്തിരിക്കണം. നമുക്ക് ആ കറുപ്പിക്കുന്ന 2 മണിക്കൂർ എടുക്കും. അപ്പോൾ പെട്ടെന്ന് പോയി വരാം. യെസ്, അങ്ങനെ 2 മണിക്കൂർ ക്ഷീണിച്ചു. കണ്ടു നിന്ന് ഞാനും ക്ഷീണിച്ചു, ഇളക്കി ആൻറ്റി അതിനേക്കാൾ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1 അവർ കഴിഞ്ഞപ്പോൾ നമ്മളിട്ട കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി അല്ലേ, അതിട്ട് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടായിരുന്നു, ഫസ്റ്റ് സ്റ്റേജിൽ ഇട്ടിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ ഇളക്കി ഇത് ഏകദേശം ഈ പരുവമാകും കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു മീറ്റിന്റെ അല്ലേ, മീറ്റ് പോലെ ഇരിക്കും. ഇതാണ് നെല്ലിക്ക കറുപ്പിച്ചത്. ഇത് നമ്മൾ കറുപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് തീ ഓഫ് ആക്കാം അല്ലേ? ഓക്കെ, തീ ഓഫ് ആക്കി. ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു
ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നെല്ലിക്ക ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സാധനമാണല്ലോ. പിന്നെ ഒത്തിരി പോഷകങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. 1 വർഷം വരെ? 1 വർഷം വരെ. ഇപ്പൊ നമ്മളിതിപ്പോ 2 മണിക്കൂർ, അപ്പൊ ആന്റി പറഞ്ഞു 1 മാസം കൊണ്ട് ചെയ്യാം. 1 മാസം കൊണ്ട് വേറെ ഒരു രീതിയിൽ 1 മാസം കൊണ്ടും ചെയ്യാം. അത് കൽച്ചട്ടിക്കകത്ത് നെല്ലിക്ക കഴുകി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നെല്ലിക്കായും അതിനകത്തേയും കുരുമുളക് ഞെക്കിയ പൊട്ടുന്ന പാകം, ആ കുരുമുളക് ഞെടുമ്പോഴും കൂടി ഇട്ട് ഉപ്പും കല്ലുപ്പും ഇട്ട് വാഴയില കൊണ്ട് മൂടി കെട്ടി വെക്കണം. എന്നിട്ട് അത് ആദ്യത്തെ ദിവസം തിളയ്ക്കണം. പിന്നെ 1 മാസം അടുപ്പിലത് കനലടുപ്പിൽ ദിവസവും വെച്ച് ചൂടാക്കണം. എന്നിട്ടൊന്ന് പയ്യെ കുടഞ്ഞിട്ടണം, അടിയിലത്ത് മൂളി വരാൻ വേണ്ടി. കുടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് 1 മാസം കൊണ്ട് നന്നായിട്ട് കറുക്കും. ഇതിപ്പോ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് നെല്ലിക്ക കറുപ്പിച്ചെടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സമയമായോ? പിന്നെ ആയി. ഓക്കെ. വളരെ ക്ഷീണിതരായതുകൊണ്ട് ആ 2 മണിക്കൂറിന് ക്ഷീണം നെല്ലിക്ക കറുപ്പിച്ചത് ഞാൻ കഴിച്ച് മാറ്റാൻ പോവുകയാണ്. ഒരു ഇച്ചിരി മതി, കുറച്ച്. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. യെസ്, എനിക്ക് എടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി രുചിച്ച് നോക്കാൻ വേണ്ടി മാത്രം ഇപ്പം ഇത്ര എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ കഴിച്ചു നോക്കട്ടെ? അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ കഴിക്കുകയാണ്. നെല്ലിക്കാന്നറിയാം. ഞാൻ ആദ്യമായി വെച്ചപ്പം വേറെ രുചി വന്നു. പക്ഷെ ഇപ്പം നെല്ലിക്കയുടെ രുചി നമ്മൾ ഉപ്പിലിട്ടാണോ വേവിക്കുന്നത്? ഉപ്പും കൂടി അല്ല, നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ആ ഉപ്പിട്ടാണ് ഫസ്റ്റ് നെല്ലിക്ക വേവിക്കുന്നത്. ആ ടേസ്റ്റും എന്തായാലും ഇത് അച്ചാറല്ല, നിങ്ങളെല്ലാം വിചാരിച്ചത് അച്ചാറിന് രുചിയായിട്ടല്ല വരുന്നത്. ആവശ്യത്തിന് എരിയുണ്ട്, അതുപോലെ ആവശ്യത്തിന് ഉപ്പുണ്ട്, ആവശ്യത്തിന് എന്താ പറയുക, ആ കാന്താരിയുടെ ടേസ്റ്റും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. റുസിയാൻറ്റി, അപ്പം എല്ലാവരും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, നെല്ലിക്ക കറുപ്പിച്ചതൊക്കെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വരണം, കൂടുതൽ ആൾ ഉപയോഗിക്കണം. കാര്യം അത്രയ്ക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റാണ്. ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകറികൾ കൂടി അല്ലേ നമുക്ക് ആവശ്യമാണ്. എന്തായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂസി ആൻറ്റി ഇത്രയും നല്ല കിടിലൻ നെല്ലിക്ക കറുപ്പിച്ചത് ഞങ്ങൾ സമ്മാനിച്ചു. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് മനസ്സ് നിറഞ്ഞു വിചാരിക്കുന്നു. നമുക്ക് രാമപുരത്ത് വാര്യരെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തീർത്തും അദ്ദേഹം നമ്മുടെ എല്ലാ തരത്തിലും, ഇപ്പോൾ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഈ സാഹിത്യ ലോകത്തെ, സംഗീത ലോകത്തെ ഒക്കെ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അത് കൂടുതൽ നാൾക്ക് നാൾ അത് വീണ്ടും വീണ്ടും ഉയർന്നു തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ഈ നെല്ലിക്ക കറുപ്പിച്ചത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലേ? പണ്ടൊക്കെ അമ്മമാരൊക്കെ ചെയ്തത് 1 മാസം കൊണ്ട് ചെയ്യുന്നിട്ട് സുസിയാനി പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ഓർത്തെടുക്കാൻ ഹെറിറ്റേജ് വൈസ് സഹായിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.